അയക്ക് ക്രിക്കറ്റ്. സ്വല്പം നേരം കൂടെ അതിനകത്തിരുന്നെങ്കിൽ ചെകിട്ട താടി വരെ കിട്ടിയേനെ. എന്നോട് ക്ഷമിക്കണം, ആള് മാറിപ്പോയി. ഇന്ന് ഇന്റർവ്യൂ ചെയ്ത ചെയർമാനായി ഈ ചെയർമാന്റെ മകനായി MD. അദ്ദേഹം വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കാണുക. ഈ ചെയർമാൻ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒരു വീക്കൻസും ഇല്ല. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞു പോകും. ആള് ശുദ്ധന. അടുത്ത തവണ നമുക്ക് ഒപ്പിക്കാം. ധൈര്യമായിട്ട് പോ, ഇച്ചിരി പണിയുണ്ട്. ഇതിന് ഉത്തരം അറിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? അറിഞ്ഞൂടാ സർ. ആരാണ് ഫൈഡിപ്പിഡിസ്? അറിയില്ല സർ. എന്താ എന്താ സാറിന്റെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല സർ. ജീവിതം തന്നെ എനിക്കിപ്പോ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു സാധാരണ ഹൗസ് വൈഫായി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഞാൻ. പക്ഷേ വിധി ഒരു ജോലിക്കും പോവാൻ താല്പര്യമില്ലാത്ത ക്രിക്കറ്റ് ഭ്രാന്തനായ ഭർത്താവ് അയാളുടെ ക്രിക്കറ്റ് ഭ്രമത്തിന് എതിരെ നിൽക്കുന്നതിന്റെ പേരിൽ എന്റെ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാട്ട് യു മീൻ? അതെ സർ, ഇപ്പോഴിവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ് സർ എന്റെ ഭർത്താവ്. ആര്? ഉണ്ണികൃഷ്ണൻ? അതെ സർ. ഈ ജോലിയും കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സർ. ഇതെന്താ? ആരെങ്കിലും കേട്ട എന്ത് വിചാരിക്കും? എന്റെ വിഷമം സാറിനോടല്ലാതെ ഞാൻ ആരോടാ പറയാ? വേണ്ട സർ, എനിക്ക് ഈ ജോലി വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതിയല്ലോ. ഞാൻ പോവാണ്. സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. നിൽക്കൂ. യു ആർ അപ്പോയിന്റഡ്. ടെസ്റ്റിമോണീസ് മാനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്തു. ക്രിക്കറ്റിനെതിരായ കുട്ടിയുടെ ധർമ്മസമരത്തിൽ ഞാനും ഒപ്പം ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.